ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛന് ബാധ കയറിയതാണെന്നും പറഞ്ഞുകൊണ്ട് മകളോട് അമ്മ പറയുമ്പോൾ മകളാണെങ്കിലും അമ്മയെ പേടിപ്പിക്കുക. അങ്ങനെ അമ്മയെ വഴക്കം പറഞ്ഞ് മോൾ അവിടെ നിന്ന് പോയി, തന്നെ കൊണ്ട് പറ്റത്തില്ല, തൻ്റെ അച്ഛൻ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. താൻ അങ്ങനെ ആരോടും പറയില്ല, അതെല്ലാം പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് അങ്ങ് പോയി. മോള് നേരെ പോകുന്നത് കൂട്ടുകാരിയെ കാണാനാണ്. കൂട്ടുകാരിയെ ചെന്നിട്ട് കണ്ട് അമലിനോട് ഇടപെട്ട രീതികളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഞാൻ ഇൻറ്റിമസി കാണിക്കുന്നത് അവൻ്റെ മനസ്സിലെ രഹസ്യം ചോർത്താനാണെന്ന് അവൻ്റെ തോന്നലെന്നുള്ള കാര്യം അപർണ പറയുന്നു. വെറുതെ നാണം കെട്ടത് മിച്ചമെന്ന് പറഞ്ഞു. ഞാൻ ഈ പരിപാടി നിർത്താൻ പോവാം, ഞാൻ ഇനി ഒന്നിനുമില്ല എന്നൊക്കെ പറഞ്ഞ് അപർണ പറയുമ്പം അവൻ നിന്നെ എങ്ങനെ വിശ്വസിക്കും? നീ അടുക്കാൻ ശ്രമിക്കുമ്പോൾ നിന്ന് തരാൻ നീ ചെയ്തു തരുന്ന പ്രവൃത്തികൾ അമലിൻ്റെ മനസ്സിൽ വരത്തില്ലേ എന്ന് നേരത്തേക്കും കൂട്ടുകാരി തിരിച്ചു ചോദിച്ചു. അത്ര എളുപ്പത്തിലൊന്നും അമലിൻ്റെ വിശ്വാസം നേടിയെടുക്കാനേ നിന്നെ കൊണ്ട് പറ്റത്തില്ല. നീ എന്ത് ചെയ്താലും അത് ആക്ടിങ് ആണ് എന്ന് അമലിന് തോന്നിയാൽ അവനെ നിനക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ എനിക്കിനി അവൻ്റെ മുന്നിൽ അവൻ പറ്റില്ല ചാരുതേ. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ശരിയാണ്. എനിക്കൊരു നല്ല ജീവിതം വേണം, കുടുംബം ഉണ്ടാവണം, എല്ലാം ശരിയാണ്. പക്ഷേ ആത്മാഭിമാനം എന്നൊന്നും എനിക്കില്ലേ എന്നൊക്കെ അപർണ ചോദിക്കുമ്പം ആത്മാഭിമാനം എന്നല്ല ഇതിനെ പറയേണ്ടത്, ഈഗോ എന്നാ പറയേണ്ടത്. ആരുടെ മുന്നിലും തല കുനിക്കില്ല എന്നുള്ളൊരു ധാഷ്ട്യം നിനക്ക്. നിന്റെ ശരിക്കും ശത്രു അത് തന്നെയാണെന്ന കാര്യങ്ങളും കൂട്ടുകാരി പറഞ്ഞു കൊടുക്കുമ്പോൾ അപർണ ഭയങ്കര കലിപ്പിൽ കൂട്ടുകാരിയോട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നിനക്ക് ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ഒരു കാര്യത്തിൽ പണ്ടേ നിന്നെ അറിയാവുന്നവളല്ലേ ഞാൻ. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് തെറ്റാവുമോ എന്ന് ചോദിച്ചു കൂട്ടുകാരി. ഞാൻ വേണമെങ്കിൽ അമലിനെ കാണാം, നിങ്ങൾക്കിടയിൽ ഒരു മീഡിയേറ്ററും ആവാം, എന്താ? നീ സമ്മതിച്ചാൽ മാത്രം എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ അയച്ചതായിട്ട് അമലിന് തോന്നില്ലേ എന്ന് ചോദിച്ചു. അമലിന് അങ്ങനെ ഒരു തോന്നലുണ്ടാവാതെ ഞാനത് കൈകാര്യം ചെയ്താൽ പോരേന്ന് ചോദിച്ചു കേട്ടോ കൂട്ടുകാരി. ഞാൻ സൈക്കോളജി പഠിച്ചത് എന്താ വെറുതെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ അമലിനെ കണ്ടതിൻ്റെ പേരിൽ നീ എന്നോട് പിണങ്ങാതിരുന്നാൽ മതി എന്ന് കൂട്ടുകാരി ഈ അപർണയോട് പറയുമ്പോൾ അപർണ നിന്ന് ആലോചിക്കുക വേണമെന്ന്. നിന്റെ നല്ല ഫ്രണ്ട്സൊക്കെ നിനക്ക് എങ്ങനെ നഷ്ടപ്പെടുന്നതെന്ന് നിനക്ക് ഇപ്പോഴും അറിയില്ല എന്ന് പറയുമ്പം നീ എന്തു പറഞ്ഞാ അമലിനെ സമീപിക്കാൻ പോകുന്നത്? അത് നീ എനിക്ക് വിട്ടേക്ക്. നിന്റെ അറിവോടെയാണ് ഞാൻ അമലിനെ സമീപിച്ചതെന്ന് അവന് തോന്നാതിരുന്നാൽ പോരെന്ന് ചോദിച്ചു. അതല്ലേ നിനക്ക് വേണ്ടത്? ആ അതെ, എനിക്കത് തന്നെയാണ് വേണ്ടത്. ഇതിൻ്റെ പേരിൽ അമൽ എന്നെ പരിഹസിക്കാൻ ശ്രമിച്ചാൽ അതെനിക്ക് സഹിക്കാനാവുന്ന കാര്യമല്ല. അവൻ എന്തിനും ഏതിനും എനിക്കെതിരെ പ്രയോഗിക്കുന്ന ആയുധം അത് പരിഹാസമാണെന്ന് പറയുമ്പോൾ ഞാൻ കാരണം നീ അമലിൻ്റെ പരിഹാസം ഏൽക്കേണ്ടി വരില്ല. അമലൊന്ന് അഴിഞ്ഞു തുടങ്ങിയാൽ നീ നിൻ്റെ പഴയ സ്വഭാവം പുറത്തെടുക്കരുത്. പതുക്കെ അമല് പോലും അറിയാതെ അവൻ്റെ മനസ്സിൽ നിനക്ക് കയറാനായിട്ട് കഴിയണം. എന്താ അത് നിനക്ക് പറ്റുമോ എന്ന് ചോദിച്ചു കൂട്ടുകാരി. ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ നിൽക്കുക. ശ്രമിച്ചാൽ പോരാ, നീ അത് ചെയ്യണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കാരുണ്യദീപത്തിൽ നളിനി നമ്മുടെ സുമംഗലാമ ഒരു മുറിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ മുറി കണ്ടപ്പോൾ സുമംഗലാമ ഒന്ന് ഞെട്ടി. പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക. അപ്പോൾ റൂം ഇഷ്ടമായോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് എന്താ കാര്യം? നീ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? തറ തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പം ഇവിടുത്തെ ഏറ്റവും നല്ല റൂമുകളിലൊന്നാ ഇത്. നല്ല പരിഗണന കിട്ടേണ്ടവർക്കാ ഇതുപോലെയുള്ള റൂമുകളൊക്കെ കൊടുക്കുന്നത്. ചായപ്പ് മുറിയിൽ കൊതുകിൻ്റെ കുത്തേറ്റ് കിടക്കുന്ന എന്നോട് നീന്തിന് ഇതൊക്കെ പറയുന്നത്? കൊണ്ടുവന്ന് കാണിച്ച് കൊതിപ്പിക്കാനാണ്. ഞാൻ പോവാണെന്ന് പറഞ്ഞ് സുമംഗലാമ്മ പോകുമ്പോൾ ഒന്ന് നിൽക്കേണ്ട സുമംഗലാമ്മ, ഞാൻ പറയുന്നു ഒന്ന് കേൾക്കാൻ പറഞ്ഞ് നളിനി പുള്ളിക്കാരി അവിടെ പിടിച്ചു നിർത്തുക. അപ്പോഴേക്കും അടുത്ത ആൾ അങ്ങോട്ടേക്ക് വന്നു. എന്താ നളിനി ഇവിടെ? ഇന്ന് മുതലേ സുമംഗലാമ്മയുടെ റൂം ഇതാണെന്ന് പറഞ്ഞു നളിനി. അന്ന് നിങ്ങൾ പറഞ്ഞതേ ശരിയാ, രാജയോഗമുള്ള ജാതകം തന്നെയാണ് നിങ്ങളുടേത്. അപ്പോഴേക്കും തള്ള ഇങ്ങനെ നോക്കുക. അവരവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാതെ പോകില്ല എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ കാര്യത്തിലേ അതില്ല എന്ന് പറഞ്ഞു നളിനി. നീ എന്താണ് എന്നെ പരിഹസിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഒരു പക്ഷേ ദൈവം നിങ്ങളെ ശിക്ഷിക്കാനല്ല, പ്രായശ്ചിത്തം വരുത്തി നന്നാക്കി എടുക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ ആർക്കറിയാം എന്നൊക്കെ നളിനി ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നോക്കുക സുമംഗലാമ. അല്ലെങ്കിൽ നിങ്ങളെ പരിചരിക്കാൻ വലിയൊരു തുക ആരെങ്കിലും അയച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക കേട്ടോ നമ്മുടെ സുമംഗലാമ്മ. എൻ്റെ ചെലവിന് ആര് പണം അയച്ചെന്നാ നീ പറയുന്നത്? നിങ്ങളോട് കരുണ കാണിക്കാൻ ഇന്നീ ഭൂമിയിൽ ആരാ സുമംഗലാമ ഉള്ളത് എന്ന് നളിനി ചോദിച്ചു. സുമംഗലാമ ഇങ്ങനെ നോക്കുക. കുറച്ച് ദിവസം മുൻപ് സുമംഗലാമ പാത്രം കഴുകുന്നിടത്ത് വെച്ച് എന്നെ ആരോ ഓഫീസിലെ ഫോണിൽ വിളിക്കുന്നെന്ന് ശോശാമ്മ ചേച്ചി വന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കണില്ലേ എന്ന് ചോദിച്ചു. എന്നെ വിളിച്ചതേ അളകാപുരിയിലെ അഭിസാറായിരുന്നു എന്ന് പറയുമ്പോഴേക്കൊന്ന് അടിങ്ങി സുമംഗലാമ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക. അഭിയോ? സുമംഗലാമയുടെ വിവരങ്ങൾ അന്വേഷിക്കാനാ അഭിസാർ എന്നെ വിളിച്ചതെന്നും അന്ന് ഞാൻ സുമംഗലാമയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അഭിസാറിനോട് പറഞ്ഞിരുന്നു. മുത്തശ്ശിയോട് അഭിസാർ വിളിച്ച കാര്യങ്ങളൊന്നും പറയരുതെന്ന് എന്നോട് അഭിസാർ പറഞ്ഞിരുന്നു എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ കണ്ണൊക്കെ നിറഞ്ഞു. സാറിനെ അല്ലേ സുമംഗലാമ ശരിക്കും തൊഴേണ്ടതെന്ന് ശോശാമ്മ ചേച്ചി ചോദിക്കുമ്പോൾ അതിനിയൊരു മാറ്റം വരുമെന്ന് ശോശാമ്മ ചേച്ചി കരുതൊന്നും വേണ്ട.
നിങ്ങളിരുന്നു, ഞാൻ നിങ്ങളുടെ ബാഗ് പോയി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് നളിനി അങ്ങ് പോകുമ്പോൾ സുമംഗലാമ്മയ്ക്ക് ഇനി സുഖമായിട്ട് കഴിയാം, സ്വന്തമായി ഉപയോഗിക്കാൻ ഒരു മുറി തന്നെ കിട്ടിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശോശാമ്മ ചേച്ചി അങ്ങ് പോയി. എന്ന് പറഞ്ഞുകൊണ്ട് സുമംഗലാമ്മ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ അമൽ പുറത്തേക്ക് പോകാൻ ഇറങ്ങി വരുമ്പോഴേക്കും അപർണ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. രാവിലെ മൂടി പുതച്ച് കിടത്ത് ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇന്ന് ഓഫീസിൽ പോകുന്നില്ല എന്ന്. ആ സമയത്ത് നീ എന്നു മുതലാണ് ഞാൻ പോകുന്നതും വരുന്നതും ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതെന്ന് അമല ചോദിക്കുമ്പോൾ, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അമൽ എന്തിനാ എഴുത്തടിച്ചതുപോലെ മറുപടി പറയുന്നതെന്ന് അപർണ ചോദിക്കുക. പാടി ശീലിച്ചതല്ലേ നമ്മൾ പാടാറുള്ളൂ എന്ന് അമൽ അന്നേരം ചോദിച്ചു. ഞാനൊന്ന് ചോദിക്കുമ്പോൾ നീ രണ്ട് തിരിച്ചു ചോദിക്കുന്നു, അതാണല്ലോ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപർണ ഇങ്ങനെ കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുക. എൻ്റെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് നീ കൃത്യമായിട്ട് മറുപടി ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ നിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ കൃത്യമായി മറുപടി പറയുന്നതെന്ന് ചോദിക്കാം അമല്. നമ്മൾക്ക് രണ്ടുപേർക്കും ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പിന്നെ അമൽ, അതെ പറ, നീ എന്ത് ചെയ്യാൻ പോവാ, കാര്യം എന്താണെന്ന് പറയാൻ പറഞ്ഞു. അപ്പം മുന്നിൽ നിന്ന് മാറാൻ പറഞ്ഞു. അത് അല്ല, ബട്ടൺ അഴിഞ്ഞു കിടക്കുന്നു, ഞാൻ ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ബട്ടനൊക്കെ ഇട്ട് കൊടുക്കുന്നു. ദേ നന്നായി, ഇപ്പോഴാണ് സെറ്റായത്. പിന്നെ മറ്റുള്ളവരെ കൊണ്ട് വെറുതെ പറയിക്കണ്ടെന്ന് കരുതി ചെയ്തതാകട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇങ്ങനെ അമ്മനോട് പറഞ്ഞു. ഇഷ്ടമായില്ലെങ്കിൽ ക്ഷമിച്ചേക്കാനും പറഞ്ഞു. അല്ലാതെ ഇപ്പോൾ ഞാനെന്ത് പറയാനാണെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഇങ്ങനെ അമ്മൻ്റെ മുന്നിൽ നല്ലവളായിട്ട് നിൽക്കുക. പിന്നെ നീ ചെയ്യുന്നതൊക്കെ ഞാൻ തെറ്റായിട്ട് കണ്ടാൽ അതിലെന്താ തെറ്റ് പറയാനുള്ളത് നമ്മൾ അന്നേരം ചോദിച്ചു. നിന്റെ സ്വഭാവം അതാണല്ലോ, ഒരു താങ്ക്സ് പോലും ഇല്ല. അപ്പോൾ താങ്ക്സ് പറയണമെങ്കിൽ ചെയ്തു തരുന്ന പ്രവർത്തിക്ക് ആത്മാർത്ഥത വേണം കേട്ടോ എന്ന് അമൽ അപർണയോട് പറഞ്ഞു. ആത്മാർത്ഥതയോടെ ആരെന്ത് സഹായം ചെയ്താലും ഞാൻ അതിന് താങ്ക്സ് പറയും, അത് ഉറപ്പുള്ള കാര്യമാണെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ചെയ്തത് ആത്മാർത്ഥത ഇല്ലാതെയാണെന്നാണോ അമൽ പറയുന്നത്? പറ, അല്ല പറഞ്ഞാൽ ഈ ബട്ടൺ നീ അഴിച്ചിടുവോ? അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ചെയ്തത്. ഇനി എനിക്ക് അമലിൻ്റെ താങ്ക്സിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ താങ്ക്സ് എന്ന് പറഞ്ഞ് അമലങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ചാരുതയുടെ കണക്കൂട്ടുകൾ പിഴച്ചു പോയതാണ്. ഇവൻ അഭിയുടെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു ദിവസം ഉണ്ടാകണം, അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഈ അപർണ തൻ്റെ ഉള്ളിലിരിപ്പ് ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വക്കീലും അഭിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുക. ആകെ തകർന്നു പോയി സക്കീർ ഭായ്, ജാനകി ചെയ്യുന്നതിനൊന്നും ഫലപ്രാപ്തി ഉണ്ടാകില്ലേ എന്നൊരു തോന്നലാണെന്ന് പറയുമ്പം അഭിക്ക് അങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം എന്താ? ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൈക്കോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത്. അപ്പോൾ ഡോക്ടർ സാമുവലിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് അമ്മയുടെ കേസ് അവർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് ഉറപ്പായിട്ടും അച്ഛൻ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ടാവും. അച്ഛൻ ശരണാലയത്തിൽ പോയി കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടെന്നും അഭി പറയുക. സ്വാമിച്ച് അത് നമ്മളോട് പറയാത്തതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ അഭിയോട് അത് അപ്പം തന്നെ സൂര്യസാറിന് പറയാമായിരുന്നില്ലേ? പഴയ ഫയലിൽ ജാനകിയുടെ അമ്മയുടെ വിവരങ്ങളുണ്ട് എന്ന് കണ്ടെത്തി തരാമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അച്ഛൻ അന്നേരം എന്നെ ഒഴിവാക്കാനാണ് നോക്കിയതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഒരു പക്ഷേ രാവിലെ ആ ഫയല് കാണാനില്ല എന്ന് അച്ഛൻ ഒരു പക്ഷേ എന്നോട് പറഞ്ഞെന്നും വരുമായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല സക്കീർ ഭായ് എന്നൊക്കെ പറഞ്ഞ് അഭി പറയുക. അമ്മയുടെ മാനസികാവസ്ഥയെപ്പറ്റി അച്ഛന് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു, അതെല്ലാം മറച്ചു വെച്ച് തന്നെയാണ് അച്ഛൻ ഇതുവരെ ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അങ്ങനെ ഇവർ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പം ആദ്യം നമുക്ക് അവിടെ രാധാമണി വാരസ്യാരെ ആ ഒരു സ്വബോധ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് മതി തമ്പിയോടുള്ള പ്രതികാരം. ഇതൊക്കെ പറഞ്ഞ് വക്കീലും അഭിയും കൂടെ സംസാരിക്കുമ്പോൾ എനിക്കറിയാം വക്കീല്, പക്ഷേ എങ്ങും എത്താതെയുള്ള അവരുടെ ഈ ഒരു പോക്ക് അത് ശരിയാവില്ല, അതിന് എനിക്ക് കടിഞ്ഞാണിടണം എന്ന് തന്നെ പറഞ്ഞു. ഒരു ഭാഗത്ത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതമാണെന്ന് അഭി വക്കീലിനോട് പറയുക കേട്ടോ. സ്വാർത്ഥതയൊന്നുമല്ല, അവൾ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. അവളുടെ മകൾ അമ്മയെ കാണാൻ വേണ്ടി കരയുന്നു. ഒരു മകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അമ്മ തന്നെ വേണമെന്ന കാര്യങ്ങൾ ജാനകിയെ പറ്റി പറയുക. അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവനാണ് ഞാനെന്ന് പറയുമ്പോൾ നമുക്കൊരു ശ്രമം കൂടി നടത്താം. അതിനുള്ളിൽ അപർണ എന്തായാലും അവിടെ എത്തും. എല്ലാം മുന്നിൽ കണ്ടാണ് ഞാനത് പറയുന്നത്. അമ്മയുടെ മുന്നിലേക്ക് അപർണ വരുന്നതിന് മുന്നേ അപർണയുടെ മുന്നിലേക്ക് അമ്മ എത്തുകയാണ് വേണ്ടത്. അവസാന ശ്രമം എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ വരയ്ക്കാൻ ഏൽപ്പിച്ച തമ്പിയുടെ ചിത്രം അമ്മയെ കാണിക്കുക എന്നുള്ളതാണെന്ന് അഭി അതിനും കൂടി തയ്യാറാകണമെന്നുള്ള കാര്യവും നമുക്ക് അതുകൂടി ഒന്ന് നടത്തി നോക്കാം. അതിനും ഫലം കണ്ടില്ലെങ്കിൽ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് അമ്മയുമായിട്ട് നമുക്ക് അളകാപുരിയിലേക്ക് മടങ്ങാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരി, ആ ഒരു അവസരം കൂടി നമുക്ക് ജാനകിക്ക് കൊടുക്കാം. അപ്പോൾ കൊടുത്താൽ പോരാ, ഇതുവരെ നൽകിയ പിന്തുണയും അവൾക്ക് ഉണ്ടാകണമെന്ന കാര്യവും വക്കീൽ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ വക്കീലും അതുപോലെ അഭിയും കൂടെ സംസാരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജാനകിയും അമ്മയും കൂടെ ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. ജാനകി ആണെങ്കിൽ അമ്മയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പക്ഷെ അമ്മ മിണ്ടുന്നില്ല. അപ്പോൾ ഇവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ജാനകി അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരാളെ കണ്ടു, ആ നകുലൻ്റെ കൂടെയുള്ള ആളെ. അയാളെ കണ്ടപ്പോൾ ജാനകി ഒന്ന് പേടിച്ചു. ബാ അമ്മേ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ
അയാൾ പെട്ടെന്ന് ജാനകിയുടെ അടുത്തേക്ക് വന്നു. ജാനകിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ജാനകി ഇയാളെ ഇങ്ങനെ നോക്കുക. ഇതെന്താ ജാനകി എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു കേട്ടോ. എന്നെ ജാനകിക്ക് മനസ്സിലായില്ലേന്ന് ചോദിച്ചു. ഞാൻ നരേന്ദ്രൻ, മറന്നുപോയോ? നകുൽ എൻ്റെ കസിൻ. അപ്പോഴേക്കും നമ്മുടെ ജാനകിയുടെ ഉള്ളൊന്ന് പെടച്ചു. ജാനകിക്ക് പെട്ടെന്ന് പേടിയായി. പിന്നെ എന്തൊക്കെയുണ്ട് ജാനകി വിശേഷങ്ങൾ എന്ന് അയാളിങ്ങനെ ജാനകിയോട് ചോദിക്കുക. ജാനകി ഒന്നും മിണ്ടുന്നില്ല. വർഷം 7 ആയില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ടെന്ന് ചോദിക്കുമ്പോഴും ജാനകി ഒന്നും മിണ്ടുന്നില്ല. ജാനകിക്ക് വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ജാനകിക്ക് സുഖമാണോ എന്നൊക്കെ ഇയാൾ ചോദിക്കുമ്പോൾ ജാനകി സുഖമാണെന്ന് പറഞ്ഞു. ഇയാൾ ഇങ്ങനെ ചിരിക്കുക. അപ്പോഴാണ് ഇയാൾ അമ്മയെ കാണുന്നത്. അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അല്ല ഇതാരാ? എൻ്റെ അമ്മയാണെന്ന് ജാനകി അന്നേരം പറഞ്ഞു. ഓ അതിന് ജാനകി ഓർഫൺ ആയിരുന്നില്ലേ? ഇത് എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാ. ഞാനിപ്പോൾ ഓർഫൺ അല്ല എന്ന് എനിക്ക് അമ്മയുണ്ടെന്നും എല്ലാവരും ഉണ്ടെന്ന് ജാനകി ഇയാളോട് പറഞ്ഞു. ജാനകി അന്നേരം ഇങ്ങനെ പറഞ്ഞത് ഇയാൾ ആലോചിക്കുക കേട്ടോ. വാ അമ്മേ നമുക്ക് പോകാം. അമ്മേ വാ അമ്മ എഴുന്നേക്കമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അല്ല ജാനകി നകുലിനെ പറ്റി ഒന്നും അന്വേഷിച്ചില്ല എന്ന് ഇയാൾ പറയുമ്പോൾ ഞാനിതിനെ അന്വേഷിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ അന്വേഷിച്ചില്ലെങ്കിൽ എനിക്ക് പറയാതിരിക്കാനാവില്ലല്ലോ എന്ന് ഇയാൾ ജാനകിയോട് പറയുക കേട്ടോ. നകുലൻ ഡൽഹിയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇയാൾ പറയുന്നു, നോണ പറയുന്നു. വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മയൊന്ന് എഴുന്നേക്കമ്മേ അമ്മയെന്ന് പറഞ്ഞ് ജാനകി വിളിക്കുക. അപ്പോൾ ജാനകി മാരീഡ് ആണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജാനകി മിണ്ടുന്നില്ല കേട്ടോ. അമ്മ എന്താ ഈ കാണിക്കുന്നത്, പോവണ്ടേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. എന്താ അമ്മയ്ക്കുള്ള പ്രശ്നമുണ്ടോ ജാനകി എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ ജാനകിയോട് ചോദിക്കുമ്പം എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എന്നും ജാനകി പറഞ്ഞു. അല്ല അമ്മയെ മെൻ്റൽ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ ഇയാളിങ്ങനെ ജാനകിയോട് പറയുക. മാരീഡ് ആണോ എന്ന് ജാനകി പറഞ്ഞില്ല. അപ്പോൾ ജാനകി അമ്മേ വരാൻ പറഞ്ഞു വിളിക്കുക. അമ്മ പോവാം അമ്മേ, ഇവിടെ നിന്ന് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് എന്തിനു മറുപടി പറയണം, അമ്മ ഇങ്ങ് വരാൻ പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ അമ്മയെ വിളിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അങ്ങ് പോയി. അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പാവം പെണ്ണ് നകുലിൻ്റെ കണ്ണിൽ പെട്ട കാര്യം അവൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതും പറഞ്ഞ് അയാളിങ്ങനെ ചിന്തിക്കുമ്പോൾ നരേന്ദ്രൻ സാറേ പിന്നാലെ പോയവരുടെ താമസസ്ഥലം കണ്ടുപിടിക്കാമെന്ന് ഡ്രൈവർ പറയുമ്പം നിനക്കവളെ അറിയില്ല, കൂടെ പോയാലും അവൾ കബളിപ്പിച്ചു പോകുന്നവളാണെന്ന കാര്യം ഇയാൾ പറയുക. അവൾക്കറിയാം നമ്മൾ പിന്നാലെ ഉണ്ട് എന്നുള്ളതെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ പറയുക. നകുലിൻ്റെ കയ്യിൽ അവൾ എളുപ്പത്തിൽ ചെന്ന് പെടാതെ നോക്കണമെന്നും ഇയാൾ പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ സാറിനെ വിളിക്കാതെ ഒന്നും ചെയ്യില്ല എന്നിങ്ങനെ പറയുമ്പോൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാതെ രാവണൻ്റെ കയ്യിൽ തന്നെ അവൾ വീണ്ടും വന്ന് ചാടി എന്ന് പറഞ്ഞുകൊണ്ട് അയാളിങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണ്. ജാനകി നരേന്ദ്രൻ്റെ വീട് ഇവിടെയല്ല, നരേന്ദ്രൻ നകുലിനെ വിളിച്ച് വിവരം പറയുമെന്നൊക്കെ പേടിച്ച് വരച്ച് ജാനകി അവിടെ ഇരിക്കുക. നരേന്ദ്രൻ അത് ചെയ്യില്ലെന്ന് വേണം കരുതാൻ. നകുലിനെ അയാൾക്കറിയാവുന്നൊക്കെയുള്ള കാര്യങ്ങൾ ജാനകി ഇരുന്നിങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ജാനകിയുടെ പുറകിൽ എന്തോ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്നെ കണ്ട വിവരം നകുലൻ അറിഞ്ഞാൽ അയാൾ ഭ്രാന്തെടുത്ത് വരുമെന്നുള്ള കാര്യം ജാനകി സ്വയം പറയുന്നു. ജീവിതത്തിൽ ഒരിക്കലും കാണരുതേ എന്ന് ആഗ്രഹിച്ചു പോയ ഒരേ ഒരു മുഖമാണ് നകുലൻ്റേതെന്നൊക്കെ ജാനകി അവിടെ ഇരുന്നിങ്ങനെ ചിന്തിക്കുക. അയാൾ ഡൽഹിയിലാണെന്നാണ് നരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അന്ന് ആ സംഭവത്തിന് ശേഷം ഓരോ നിമിഷവും ഭയന്ന് തന്നെയാണ് ഞാൻ ജീവിച്ചതെന്ന കാര്യമൊക്കെ നമ്മുടെ ജാനകി ഇങ്ങനെ സ്വയം ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഏത് നിമിഷവും ആ ഒരു ചിരിയുമായി അയാൾ മുന്നിലേക്ക് വരുമെന്ന് ഭയന്ന് ജീവിച്ച ദിനരാത്രങ്ങൾ വീണ്ടും എൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. നീണ്ട 7 വർഷങ്ങൾ കടന്നുപോയി. അതിനിടയിൽ അഭിയേട്ടൻ ജീവിതത്തിലേക്ക് വന്നു. ഭാര്യയായി, പിന്നെ അമ്മയായി, ഒരു നല്ല കുടുംബമായി ജീവിക്കാൻ എനിക്ക് ഭാഗ്യമില്ലേ എന്നൊക്കെ ഇങ്ങനെ ജാനകി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ജാനകി പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തല പുകഞ്ഞവിടെ ഇരിക്കുന്നു. അപ്പോൾ അച്ഛൻ തന്നെ സ്വീകരിച്ചത്, അതുപോലെ തന്നെ തനിക്കുണ്ടായ ജീവിതം, ഇതെല്ലാം ജാനകി ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മേരിയമ്മ വരുന്നത്. മേരിയമ്മ വന്നിട്ട് മോളെ എന്തു പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ മോളുടെ മുഖത്തൊരു ഭയം പോലെ, എന്തു പറ്റി എന്ന് ചോദിക്കുക. അപ്പോൾ എന്താ മോള് പറ, പുറത്ത് വെച്ച് തമ്പിയുടെ ആരെങ്കിലും മോള് കണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് ഒരാൾ പരിചയം നടിച്ച് വന്നു എന്ന കാര്യം പറഞ്ഞു. എന്നെപ്പറ്റി അറിയാവുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ എൻ്റെ ഈശോയെ, ഇനി തമ്പി അന്വേഷിക്കാനെങ്ങാനും വിട്ട് ആരെങ്കിലും ആയിരിക്കുമോ മോളെ എന്നൊക്കെ ചോദിച്ചു. കുഴപ്പമാവുമോ മോളെ, പ്രശ്നമാവുമോ, അയാളെ രാധാമണി എങ്ങാനും കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ക്യാഷ് കൗണ്ടറിൻ്റെ പരിസരത്ത് വെച്ചാ അയാളെ കണ്ടതെന്നും ഞാൻ അമ്മയും കൂട്ടി വേഗം അവിടുന്ന് രക്ഷപ്പെട്ട് പോരുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ജാനകി ഇങ്ങനെ നമ്മുടെ മേരിയമ്മയോട് പറഞ്ഞു. പിന്നെ നമ്മുടെ വീട്ടിൽ ആരന്വേഷിച്ച് വന്നാലും മേരിയമ്മ എൻ്റെ പേരോ അഭിയേട്ടൻ്റെ പേരോ പറയരുത് കേട്ടോ. ഇല്ല മോളെ പറയില്ല എന്നും പറഞ്ഞു അന്നേരം മേരിയമ്മ പറഞ്ഞു. അന്നേരം ജാനകി ഇവിടെ ആരും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല, ആരും വരാനൊന്നും പോകുന്നില്ല, മുൻകരുതലായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ മേരിയമ്മ. രാധാമണിയുടെ മുൻപിൽ
തമ്പി വരാതിരുന്നാൽ മതി, നമുക്ക് അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മേരിയമ്മ ജാനകിയായിട്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നെടുത്ത് ഇന്നത്തെ കഥ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.